ഇഡലി സാമ്പാറായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ കണ്ണച്ചൻ്റെ കൃഷിത്തോട്ടത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു. എല്ലാം നല്ല ഉഷാറായി നിൽക്കുകയാണ്. കുക്കമ്പറും നമ്മുടെ കൈപ്പക്കായും ഒക്കെ മത്സരിച്ച് വളർന്നിരിക്കുകയാണ്. ഈ ഒരു ക്യാൻ വെച്ചിട്ടാണ് അച്ഛൻ ചെടിക്കൊക്കെ നനയ്ക്കാറുള്ളത് കേട്ടോ. ഭയങ്കര സുഖമാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അത്യാവശ്യം വെള്ളം കൊള്ളുകയും ചെയ്യും. പാറുക്കുട്ടിക്ക് നനയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പാറുക്കുട്ടി നനയ്ക്കാനായിട്ട് ഇത് നമ്മുടെ കർഷകനെ കാണട്ടെ. ഇതാണ് കേട്ടോ ആള്. തോട്ടത്തിൽ ഒരു ഇല വാടിയാൽ പോലും അച്ഛന് സൈക്കിളില്ല കേട്ടോ. അപ്പോൾ ഒരു ഇല വാടി എന്ന് പറഞ്ഞ പരിഭവം പറഞ്ഞപ്പോൾ മരുമോള് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കണ്ണിൽ ഉണ്ണി പോലെയാണ് എല്ലാവരെയും വളർത്തിക്കൊണ്ട് വരുന്നത്. അച്ഛന് വയ്യാത്ത ഒരാളാണ് കാലിന്. പക്ഷെ അതൊന്നും അച്ഛൻ കെയർ ചെയ്യില്ല. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറേ പേർക്ക് ഉപകാരപ്പെടും കേട്ടോ. വഴുതനങ്ങ, തക്കാളി, പിന്നെ എന്താണ് വെണ്ടക്കായ, എല്ലാം അതുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, പോരാത്തതിന് ടെറസിൻ്റെ മേലിലും ആൾ വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു 27 കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ ഇത്ര നല്ല കർഷകനാണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ. അച്ഛൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന നേരത്ത് കുറേ ചീരയും കൂടെ തന്നിട്ടാട്ടോ പറഞ്ഞയച്ചത്.